പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിൽ എത്തുകയാണ്. കേരളത്തിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യും. കലൂരിൽ റോഡ് ഷോ നടത്തുന്ന പ്രധാനമന്ത്രി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. അതായത് NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് യഥാർത്ഥത്തിൽ മോഡി തുടക്കം കുറിക്കുകയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒപ്പം മറൈൻ ഡ്രൈവിൽ അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനം മോദി ഉദ്ഘാടനം ചെയ്യും. അതാണ് ഇന്നത്തെ ആദ്യ പരിപാടി. മറൈൻ ഡ്രൈവിൽ നിന്ന് ഡാനി പോളും കലൂരിൽ നിന്ന് നവമി ദിനേശും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മോദി വരുന്നതോടുകൂടി നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടും എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. ഇതിനുശേഷമായിരിക്കും അതിനുശേഷം വൈകുന്നേരം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ഈ സന്ദർശനമൊക്കെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുക. എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ കേരളത്തിലുണ്ടാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിവേഗ റെയിൽപാത കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ദേശീയപാതകളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റെയിൽവേ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചില പ്രതീക്ഷകളുണ്ട്. ഒപ്പം നിരവധി കാര്യങ്ങളിൽ കേരളം ആഗ്രഹിക്കുന്ന, വർഷങ്ങളായി കാത്തിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ പ്രാവർത്തികമാകുമോ? അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം മോദിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്താണ് കേന്ദ്ര സർക്കാർ കേരളത്തിനായി നൽകാൻ പോകുന്ന സമ്മാനങ്ങൾ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. വലിയ പരിപാടിയാക്കാനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. റോഡ് ഷോ അടക്കം നടത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലേക്ക് തൻ്റെ ലാൻഡിംഗ് ഉണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനപ്പെട്ട വിവരം അതുതന്നെയാണ്. ഡാനി പോൾ മറൈൻ ഡ്രൈവിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഡാനി മറൈൻ ഡ്രൈവിലാണ് ധീവര സഭയുടെ പരിപാടി അല്ലേ? ആദ്യത്തെ പരിപാടി മറൈൻ ഡ്രൈവിലാണ്. അത് നമുക്കറിയാം, BJP രാഷ്ട്രീയ പരിപാടിയല്ല, ഒരു സംഘടനയുടെ പരിപാടിയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാകും. ആദ്യം മോദി എത്തുക നേരെ മറൈൻ ഡ്രൈവിലേക്കാണോ? രഞ്ജിത്ത്, ആദ്യ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പരിപാടി മറൈൻ ഡ്രൈവിലാണ്, എറണാകുളത്ത്. ഇവിടെ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ ശേഷം പിന്നീട് അവിടുന്ന് ഹെലികോപ്റ്ററിൽ നാവികസേന ആസ്ഥാനത്തെത്തുന്നു. അവിടെ നിന്ന് മറൈൻ ഡ്രൈവിലേക്ക് എത്തുന്നു. ഇവിടെ മറൈൻ ഡ്രൈവിൽ അതിൻ്റെ ഒരു വേദിയും കാര്യങ്ങളുമെല്ലാം തന്നെ സജ്ജമായിരിക്കുന്നു. എടുത്തു പറയേണ്ടത് ഇത്തവണത്തെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ്. കാരണം മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒപ്പം അത് എല്ലാ മേഖലകളിലും തന്നെ പഴുതടച്ച ഒരു സുരക്ഷാ സംവിധാനങ്ങളെന്ന് പറയുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. കാരണം വിവിധ വേദികളിൽ മാധ്യമങ്ങൾക്കടക്കം നിയന്ത്രണമുണ്ട്, ലൈവ് ടെലികാസ്റ്റിനടക്കം നിയന്ത്രണമുണ്ട്. ഒപ്പം തന്നെയും അതിനകത്ത് മാധ്യമങ്ങളുടെ ചാനലുകളുടെ ലൈവ് ടെലികാസ്റ്റിംഗ് അനുവദിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ട്രൈപോഡ് ഉപയോഗിക്കാൻ പാടില്ല, ക്യാമറയ്ക്ക്, അങ്ങനെ വിവിധ കാര്യങ്ങളിലുള്ള ക്രമീകരണങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം ഇതിൽ ഏറ്റവും ആദ്യത്തെ പരിപാടി നമ്മളിപ്പോൾ കാണുന്നത് മറൈൻ ഡ്രൈവിലുള്ള ഇവിടെ ധീവര സഭയുടെ സുവർണ ജൂബിലി സംഗമമാണ്. പണ്ഡിറ്റ് കറുപ്പൻ നഗർ ഇവിടെ സുവർണ ജൂബിലി സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. ഏതാണ്ട് 11:30 ഇവിടെ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുൻപായിട്ട് തന്നെ 11 മണിക്ക് സമ്മേളന പരിപാടികളെല്ലാം തന്നെ തുടങ്ങും. അതിനുശേഷം 11:30 പ്രധാനമന്ത്രി എത്തിച്ചേരുകയും പ്രധാനമന്ത്രിയാണ് ഇത് സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത്. അതിനുശേഷം 12 മണിയോടുകൂടി അദ്ദേഹം ഇവിടെ നിന്ന് കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോകും. അവിടെ 2 പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിലാണ് അവിടെ 2 പരിപാടികൾക്ക് ശേഷമാണ് അവിടെ നിന്ന് NDAയുടെ യോഗവും അതോടൊപ്പം തന്നെ വിവിധ വികസന പദ്ധതികളുടെ കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് തിരിക്കുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി നഗരം ഇന്ന് ഏതാണ്ട് ഒരു 9 മണി മുതൽ തന്നെ ഒരു ഗതാഗത ക്രമീകരണങ്ങളിലേക്ക് കടക്കും. അതിനുശേഷം 10 മണിയോടുകൂടി പൂർണ്ണമായും തന്നെ പോലീസ് നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ക്രമീകരണങ്ങൾ തുടരുകയും ചെയ്യും. വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഏതാണ്ട് 10:00 ആ രീതിയിലേക്ക് മാറുന്നു. പിന്നീട് 4 മണിവരെയും ഇതേ ക്രമീകരണങ്ങൾ തന്നെയായിരിക്കും നഗര ഗതാഗതം എന്നത് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചകളും ഉണ്ടാകില്ല എന്നതുകൂടി അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഏതാണ്ട് ഇതിൻ്റെ ഒരു ചെറു വിവരണം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വരവും അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ ഇതാണ്. സുവർണ ജൂബിലി സമ്മേളനം ധീവര സഭയുടേതാണ്. സുവർണ ജൂബിലി സമ്മേളനം അതിൽ ഒരു വലിയ രാഷ്ട്രീയ നിറം കലർത്തേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും ധീവരസഭ കഴിഞ്ഞ കുറച്ച് നാളുകളായി BJPയോട്
കുറച്ച് അടുത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. കാരണം ആ രീതിയിലുള്ള അവർ തന്നെ അത്തരം ചില തുറന്നു പറച്ചിലുകൾ അടക്കമൊക്കെ നടത്തിയിരുന്നു. ന്യൂസ് 18-ലൂടെ തന്നെയായിരുന്നു അത് പറഞ്ഞിരുന്നത്. കാരണം കുറച്ചുകൂടി തങ്ങളെ പരിഗണിക്കുന്നത് BJP ആണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സമ്മേളനം നടക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി തന്നെ എത്തുന്നു. പ്രധാനമായും തന്നെ ധീവരസഭ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി അവർ പറയുന്ന ചില ആവശ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പട്ടികജാതിയിലോ വർഗത്തിലോ തങ്ങളെ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യമാണ്. അത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപേയുള്ള ഒരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അത് അവഗണിക്കപ്പെടുകയായിരുന്നു എന്നത് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ ഇത്തവണയും പ്രധാനമന്ത്രിക്ക് മുന്നിലേക്ക് തങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ നിർദ്ദേശങ്ങൾ അടക്കമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ആ രീതിയിലുള്ള ഒരു പരിഗണനയോ കാര്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുമോ എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറ്റുനോക്കുന്നത്. ഏതായാലും സുവർണ ജൂബിലി സമ്മേളനത്തിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളിലേക്കെല്ലാം തന്നെ കടന്നിരുന്നു. കുറച്ച് നാൾ നവമി ദിനേശ് കൂടിയുണ്ട്. ഡാനി തുടരുക. നവമി ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടിയാണ് ഇത്. കലൂരിലാണ് നവമി ഉള്ളത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നരേന്ദ്രമോദിയുടെ FB പോസ്റ്റ് വന്നിരുന്നു. എക്സ് പോസ്റ്റ് വന്നിരുന്നു. അതിൽ നാളെ മാർച്ച് 11 ഉച്ചയ്ക്ക് 2:15 എറണാകുളത്ത് നടക്കുന്ന NDA റാലിയെ ഞാൻ അഭിസംബോധന ചെയ്യും. LDFൻ്റെയും UDFൻ്റെയും കൊള്ളയ്ക്കും ദുർഭരണത്തിനുമെതിരായി NDAയുടെ സദ്ഭരണ അജണ്ട കരുത്തോടെ നിലകൊള്ളുന്നു. വികസനത്തിലൂന്നിയ രാഷ്ട്രീയത്തിൽ NDA ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കേരളത്തിലെ യുവജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയും ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി ഈ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. നവമി, അതുതന്നെയാണ്, അതായത് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടിയായി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനുള്ള തുടക്കം കൂടിയായി ഇത് മാറുകയാണ്. ഇതിന് ശേഷമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് BJP പോവുക. തെരഞ്ഞെടുപ്പിൻ്റെ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് അനൗൺസ്മെൻറ്റിന് മുൻപ് പരമാവധി പദ്ധതികൾ കേരളത്തിന് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അത് ഏതൊക്കെയാണ് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? രഞ്ജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലാണ്. ഇവിടെയാണ് മോദിക്ക് 2 പരിപാടികളുള്ളത്. ഒന്ന്, ഈ വികസനവുമായി ബന്ധപ്പെട്ട്, അതായത് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അത് ഊർജം, ഗ്രാമീണ കണക്ടിവിറ്റി, ഹൈവേ മേഖലകളിൽ 10,800 കോടിയുടെ വികസന പദ്ധതികളുടെ ഒരു ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ശിലാസ്ഥാപനവും ഉണ്ടാകും. മറ്റൊന്ന്, പാലക്കാടിനും പൊള്ളാച്ചിക്കും ഇടയിലുള്ള ട്രെയിൻ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്യും പ്രധാനമന്ത്രി. ഇതാണ് പ്രധാനപ്പെട്ട മോദി ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ. പ്രധാനപ്പെട്ട 2 പദ്ധതികൾ ഇതാണ്. മറ്റൊന്ന്, വികസിത കേരളം മോദിക്കൊപ്പം എന്ന ഒരു മുദ്രാവാക്യം, അതായത് മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്ന ഒരു മുദ്രാവാക്യവുമായിട്ടായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിനായി NDA ഒരുങ്ങിക്കഴിയുന്നത്. അതിൻ്റെയുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം കൂടിയായിരിക്കും ഇന്ന് ഈ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുക. രാവിലെ തന്നെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം പ്രവർത്തകരെ അണിനിരത്തിയുള്ള ഒരു പരിപാടി ആയിരിക്കും ഇവിടെ നടക്കുക എന്ന് നേരത്തെ തന്നെ BJP പറഞ്ഞിരുന്നു. ഇന്നലെ രാജീവ് ചന്ദ്രശേഖരൻ അടക്കം ഈ സ്റ്റേഡിയത്തിൽ വന്ന് ഒരുക്കങ്ങളെല്ലാം നിരീക്ഷിക്കുകയും ചെയ്തു. നേരത്തെ ഡാനി പറഞ്ഞതുപോലെ തന്നെ വലിയ സുരക്ഷയാണ് ഈ പ്രദേശങ്ങൾ ആകെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ 12 മണി മുതൽ തന്നെ വാഹനങ്ങൾക്കൊക്കെ ഭാഗികമായിട്ടൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ സ്റ്റേഡിയത്തിന്റെ മുൻവശത്ത് നിന്നും റോഡ് ഷോ ആയിട്ടായിരിക്കും മോദി ആദ്യം ഈ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലേക്ക് പോവുക. അതിനുശേഷമായിരിക്കും BJPയുടെ പരിപാടിയിലെത്തി അവിടെ വെച്ചായിരിക്കും മോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നത്. കേരളത്തോട് എന്താണ് മോദിക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മോദി എന്തായിരിക്കും പ്രവർത്തകരോട് പറയുക, കേരളത്തോട് പറയുക എന്ന് ഉറ്റുനോക്കുകയാണ്. നമ്മളോടൊപ്പം കുറച്ച് BJP പ്രവർത്തകർ ചേരുന്നുണ്ട്. എവിടെന്നാ വരുന്നത്? രാവിലെ എത്തി. ഇന്ന് വലിയ ആവേശം തന്നെയാണ്. അതെ. എന്താണ് മോദി വരുമ്പോഴുള്ള നിങ്ങളുടെ പ്രതീക്ഷ എത്രമാത്രമാണ്? കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. എറണാകുളത്തിൽ പ്രത്യേകിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തകരെല്ലാവരും വലിയ ആവേശത്തിലാണ്. രാവിലെ തന്നെ ഞങ്ങളുടെയൊക്കെ വീടുകളിലെത്തി ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സേവനം എന്ന രീതിയിൽ രാവിലെ എത്തിയതാണ്. എത്രത്തോളം പ്രവർത്തകരാണ് നിങ്ങൾ? ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് തന്നെ ഒരു 20,000-ഓളം പ്രവർത്തകരുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 50,000-നും 75,000-നും ഇടയ്ക്ക് പ്രവർത്തകർ ഇവിടെ എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്.
അരൂരിന്ന് തന്നെയാണ്. മോദിയെ ആദ്യമായിട്ടാണ് അത് നേരത്തെ വന്നപ്പോഴും കണ്ടോ? മറൈൻ ഡ്രൈവിൽ കണ്ടിട്ടുണ്ട്, ധാരാളം പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പും കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എത്രമാത്രം നമുക്ക് ആ പ്രതീക്ഷ, കേരളത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള പദ്ധതി പ്രഖ്യാപിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. വികസിത കേരളം അത് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അതനുസരിച്ച് തന്നെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രഖ്യാപിക്കും. അപ്പൊ എന്തായാലും വലിയ വിശ്വാസത്തിൽ തന്നെയാണ് പ്രവർത്തകർ. മോദിയുടെ ഈ ഒരു വരവ്, അതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിന്റെ വികസനത്തിലും ഒക്കെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. അത് വലിയ പ്രതീക്ഷയാണ് BJP പ്രവർത്തകരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുമ്പോൾ. BJP പ്രവർത്തകരെ സംബന്ധിച്ച് മാത്രമല്ല, എല്ലാ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല പ്രതീക്ഷയാണല്ലോ. കാരണം നമുക്കറിയാം നമ്മൾ എന്തോരം ദുരിതങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വേണം. അപ്പോൾ പറയാതെ പറയുന്ന മറ്റു പലരുമുണ്ട്, അദ്ദേഹം വരണം, ഇനിയും തുടരണം എന്ന് പറയുന്നത്. അത് പുറമെ പറയാൻ പേടിച്ചിട്ടായിരിക്കാം മിക്കവരും പറയാത്തത്. പക്ഷെ നമ്മൾ ചങ്കൂറ്റത്തോടെ പറയും, മോദിജി തന്നെയാണ് ഇനിയും ഞങ്ങളുടെ അഭിമാനമാണ്. കേരളത്തിൽ എത്രമാത്രം മുന്നേറ്റം ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ മുന്നേറും, നല്ല രീതിയിൽ മുന്നേറും. അത് നമുക്കതൊക്കെ കഴിഞ്ഞിട്ട് നേരിട്ട് കാണാനല്ലേ നല്ലത്. കാരണം നമ്മളിവിടെ ഇപ്പോൾ എന്തായാലും പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അതല്ലായിരിക്കും. അല്ല, ഇത് ലൈവ് തന്നെ, അപ്പൊ പറയുന്നതെല്ലാം പോകുന്നുണ്ട്. അപ്പം നല്ല കാര്യം. നമ്മൾക്ക് 100 അല്ല 110% വിശ്വാസമാണ് നമ്മൾ മുന്നേറും എന്നുള്ളത് തന്നെ. എന്തായാലും രഞ്ജിത്ത്, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പ്രവർത്തകരും. ഇത്തവണ കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൊച്ചിയിലെത്തി എന്താണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ബജറ്റിലടക്കം കേരളത്തെ എത്രമാത്രം തഴഞ്ഞു എന്ന് നമുക്കറിയാം. വലിയ വിവാദമുണ്ടായതാണ്, വലിയേറെ ചർച്ച ചെയ്യപ്പെട്ടത് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇത്തവണ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുമ്പോൾ എത്രമാത്രം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, കേരളത്തിന് ഉപകാരപ്പെടുന്ന എന്തൊക്കെ പ്രധാനമന്ത്രി പറയും എന്നതൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഏകദേശം ആദ്യത്തെ പരിപാടി കഴിഞ്ഞ ശേഷം, മറൈൻ ഡ്രൈവിലെ പരിപാടി കഴിഞ്ഞ ശേഷം 12 മണിയോടുകൂടിയായിരിക്കും മോദി ഇവിടേക്ക് എത്തുക. വലിയ സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രൗണ്ടിലേക്ക് തന്നെ കാണാം. മോദി വരുന്നത് പ്രമാണിച്ച് വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് ഇന്നലെ മുതലേ ഇവിടെ നടത്തിയിരിക്കുന്നത്. BJP പ്രവർത്തകർ ഇന്നലെ രാത്രി ഉടനീളം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 2 പരിപാടികൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാം. ആദ്യത്തെ സ്റ്റേജ്, ഈ കാണുന്ന ഇടതുവശത്തെ ഈ സ്റ്റേജിലാണ് പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകുക. 10,800 കോടിയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നത്. വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അതിന്റെ ശിലാസ്ഥാപനവുമായിരിക്കും ഇവിടെയുള്ളത്. പ്രധാനമായും ഊർജ്ജം, ഗ്രാമീണ കണക്ടിവിറ്റി, ഹൈവേ മേഖലകളിൽ എന്നീ 3 മേഖലകളിലായിരിക്കും പ്രധാനമായിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും. മറ്റൊന്ന് പാലക്കാടിനും പൊള്ളാച്ചിക്കും ഇടയിലുള്ള ട്രെയിൻ സർവീസും ഫ്ലാഗ് ഓഫ് ചെയ്യും പ്രധാനമന്ത്രി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് രണ്ടാമത്തെ വേദിയിലേക്ക്, അത് നമ്മൾ ഇത് ബാനറുകളൊക്കെ കാണാം. പ്രധാനമന്ത്രിയും രാജീവ് ചന്ദ്രശേഖരനും കൈകോർത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ. മാറ്റത്തിനായി കൈകോർക്കാം എന്നൊരു മുദ്രാവാക്യവുമായിട്ടാണ് ഇത്തവണ BJP പ്രചാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ മികച്ച ഒരു മുന്നേറ്റം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്ന് തന്നെ ഉറച്ച ആത്മവിശ്വാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ഇത്തവണ 2020 ഉണ്ട്. നമുക്കറിയാം 2020 BJPയിലേക്ക് ചേർന്നതും കഴിഞ്ഞ ഒരുപാട് പത്രസമ്മേളനത്തിലടക്കം BJPയും തങ്ങളുടെ 2020 തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ കണ്ടതുമാണ്. അങ്ങനെ 2020 അതോടൊപ്പം തന്നെ BDJS, നാഷണൽ കേരള കോൺഗ്രസ് തുടങ്ങിയ NDAയിലെ 12ഓളം പാർട്ടികളുടെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും ഇന്ന് ഈ മോദി എത്തുന്ന വേദിയിൽ ഉണ്ടാകുമെന്നാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി മോദി എന്താണ് കേരളത്തോട് പറയാൻ പോകുന്നത്? അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിൽ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, രാഷ്ട്രീയം എന്തായാലും വിഷയമാകും. അദ്ദേഹം കേരള സർക്കാരിനെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനെയും രൂക്ഷമായി വിമർശിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും. തുടരുക. ഇപ്പോൾ നമുക്കറിയാം കൊച്ചിയിൽ വലിയ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊന്ന് സുരക്ഷ നേരത്തെ ഉള്ളതുപോലെയല്ല, കനത്ത സുരക്ഷയിലാണ് കാര്യങ്ങൾ. മാധ്യമപ്രവർത്തകർക്കൊന്നും ലൈവായി മോദിയുടെ പരിപാടി ടെലികാസ്റ്റ് ചെയ്യാനുള്ള അനുവാദമില്ല. അതൊക്കെ ഫീഡ് വഴി ANI, PTA പോലെയുള്ള ഏജൻസികൾ വഴി മാത്രമായിരിക്കും പൊതുജനങ്ങൾക്ക് മോദിയുടെ പൊതുസമ്മേളനമടക്കം കാണാനാവുക. ബസ്സുകൾ വഴിതിരിച്ചു വിടും. ഒപ്പം റോഡ് ഗതാഗതത്തിനും കാര്യമായ നിയന്ത്രണമുണ്ട്. അങ്ങനെ കനത്ത സുരക്ഷയിലാണ് കൊച്ചി എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഡാനി, കൊച്ചിയുടെ ചരിത്രത്തിലില്ലാത്ത വിധം ഒരുപക്ഷെ അതിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയാണ് ഇന്ന് പ്രധാനമന്ത്രിയെ നഗരം വരവേൽക്കുന്നത്. എന്ത് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു? രാവിലെ മുതൽ തന്നെ പോലീസ് ഇത്തരം കാര്യങ്ങൾ തുടങ്ങിക്കാണുമല്ലോ.
രഞ്ജിത്ത്, മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ തന്നെയുള്ളൊരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത് എന്നത് നിസ്സംശയം തന്നെ പറയാം. കാരണം വലിയ രീതിയിലേക്ക് അതിൻ്റെ ഒരു നിയന്ത്രണങ്ങളിലേക്ക് ഇന്ന് കടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ രാവിലെ അത്ര കടുത്ത രീതിയിലേക്ക് നിയന്ത്രണങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഏറെ വൈകാതെ തന്നെ ആ രീതിയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നഗരത്തിലെ പ്രധാന നിരത്തുകളിലെല്ലാം തന്നെ ഈ രീതിയിലുള്ള ഒരു ഗതാഗത ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ നോ പാർക്കിംഗ് സോണും എല്ലാം തന്നെയായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പുകളും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നടക്കം നൽകിയിട്ടുമുണ്ട്. ഈ രീതിയിലേക്ക് ഒരു 10 മണിയോടുകൂടി തന്നെ അത് നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം അതിൻ്റെ ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഇന്ന് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെ എന്നതാണ് സിറ്റി പോലീസുമായി അറിയിച്ചിട്ടുള്ളത്. അതിൽ നേവൽ ബേസ്, തേവര, MG റോഡ്, അറ്റ്ലാന്റിസ്, രവിപുരം, പള്ളിമുക്ക്, ജോസ് ജംഗ്ഷൻ, ബീച്ച് റോഡ്, പാർക്ക് അവന്യൂ റോഡ്, ഷൺമുഖൻ റോഡ്, മറൈൻ ഡ്രൈവ്, ഹൈക്കോടതി ജംഗ്ഷൻ, ബാനർജി റോഡ്, കച്ചേരിപ്പടി, കലൂർ, പാലാരിവട്ടം ഭാഗങ്ങളിൽ, അതായത് നഗരഹൃദയം വരുന്ന എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മേഖലകളെല്ലാം തന്നെ ഇതിലേക്ക് വരും. അതോടൊപ്പം തന്നെയാണ് NH 66 ചേരാനല്ലൂർ മുതൽ വൈറ്റില വരെയും NH 544 കളമശ്ശേരി മുട്ടം മുതൽ ഇടപ്പള്ളി വരെയും ഈ പ്രധാന റോഡുകളിൽ ഗതാഗത നിയന്ത്രണം, അതോടൊപ്പം തന്നെ ഡ്രോൺ പറത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പൂർണ്ണമായും തന്നെ നിരോധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിൽ ഗതാഗത നിയന്ത്രണ വിഭാഗങ്ങളിലുണ്ടാകും. ഒപ്പം തന്നെ ഡ്രോൺ പറത്തൽ അടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെയും പൂർണ്ണമായും തന്നെ നിയന്ത്രിച്ചിരിക്കുന്നു. ഒപ്പം ഈ ഹെവി ഗുഡ്സ് വാഹനങ്ങളുടെ ഭാരവാഹനങ്ങൾ നഗരത്തിലൂടെ കടന്നു പോകുന്നതെല്ലാം തന്നെ ഇതിൽ നിയന്ത്രണങ്ങൾ വരുന്നു. സർവീസ് ബസ്സുകൾ, KSRTC ബസ്സുകൾ ഇവയ്ക്കെല്ലാം തന്നെ ഇന്ന് അവരെ ഒരു സാധാരണ പാത വിട്ട് മാറി സഞ്ചരിക്കേണ്ടി വരും എന്നതും എല്ലാം തന്നെയും ഈ അറിയിപ്പിൽ പറയുന്നു. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ചെറിയ വാഹനങ്ങൾ മാത്രമായിരിക്കും ഇന്ന് നഗരത്തിലേക്ക് കൂടുതലായും പ്രവേശനം അനുവദിക്കുകയെങ്കിൽ കൂടിയും അതിനും നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നിയന്ത്രണങ്ങളുണ്ട്. ഒപ്പം തന്നെയും നോ പാർക്കിംഗ് സോൺ ഇന്ന് വലിയൊരു മേഖല തന്നെ നോ പാർക്കിംഗ് സോണാണ്. അദ്ദേഹം പ്രധാനമന്ത്രി എത്തി നേവൽ ബേസിൽ നിന്ന് മറൈൻ ഡ്രൈവ് വരുന്ന ആ ഒരു ദൂരം, ഇതിൽ എല്ലായിടത്തും തന്നെ നോ പാർക്കിംഗ് സോണാണ്. ഒപ്പം തന്നെ ബാരിക്കേഡുകൾ ഇരുഭാഗങ്ങളിലുമായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കലൂർ സ്റ്റേഡിയം വരെയും, അതായത് അദ്ദേഹം നേവൽ ബേസിൽ നിന്ന് സഞ്ചരിക്കുന്ന ഇടയിൽ മറൈൻ ഡ്രൈവ് ഭാഗത്തേക്ക് എത്തും. അതോടൊപ്പം തന്നെയാണ് കലൂർ സ്റ്റേഡിയം പരിസരമുണ്ട്. കലൂർ സ്റ്റേഡിയം പരിസരം വരെയും ആ ഒരു നിയന്ത്രണത്തിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു നിയന്ത്രണവും കാര്യങ്ങളും എല്ലാം തന്നെയും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു പരിപാടികളിലുമെല്ലാം തന്നെയും നടക്കുന്നത്. അത്തരം ഒരു നിയന്ത്രണം പൂർണ്ണമായും തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കൊച്ചി. നിരവധി പരിപാടികൾ അവിടെയുണ്ട്, നിരവധി പാതകളുടെ ഉദ്ഘാടനമുണ്ട്. പ്രധാനമന്ത്രി എത്തുന്നതിന് വലിയ ഗതാഗത ക്രമീകരണം, സുരക്ഷാ ക്രമീകരണമൊക്കെ അവിടെ ഒരുക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ BJPയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളുടെ തുടക്കം കൂടി ഇന്നുണ്ടാകും എന്ന് വേണം കരുതാൻ. ഡാനി പോളും ഒപ്പം നവമി ദിനേശും വിവരങ്ങൾ പങ്കുവച്ചു.